ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. അറബിക് റെസിപ്പിയായ ചിക്കൻ സുർബിയാൻ റൈസാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണിത്. കപ്സ, മന്തി ഇതിൽ നിന്നൊക്കെ വ്യത്യാസമുള്ളൊരു റൈസാണ് സുർബിയാൻ റൈസ്. ബീഫും മട്ടനൊക്കെ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കിയെടുക്കാം. ഇന്നിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സുർബിയാൻ റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 3/4 കിലോ സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ നമുക്കതൊന്ന് കുതിർത്തിയെടുക്കാം. മസാല റെഡിയാക്കുന്നതിന് വേണ്ടി 1 കിലോ ചിക്കൻ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത് രണ്ടും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് മസാല റെഡിയാക്കിയെടുക്കണം. അതിനു വേണ്ടി 3 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായിട്ടുള്ള കടായിലേക്ക് 3/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് 2 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറിലാണ് നമുക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കൂടുതൽ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ സവാള മുഴുവനായും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സുർബിയാൻ മസാല റെഡിയാക്കിയെടുക്കാം. അതിനു വേണ്ടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് പകുതി സവാള മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം 8-9 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 1 കപ്പ് പുളിയില്ലാത്ത തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കിയെടുക്കാം. സവാള ഫ്രൈ ചെയ്തതിൽ നിന്ന് ബാക്കി വന്നിട്ടുള്ള ഓയിലാണിത്. ഇതിൽ നിന്ന് 1/4 കപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കിയുള്ളത് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അറബിക് മസാല 1 ടീസ്പൂൺ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ക്യൂബ്സായി കട്ട് ചെയ്തത്, നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള 3 പച്ചമുളക്, 1/4 കപ്പ് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അരച്ചു വെച്ചിട്ടുള്ള സവാളയുടെ പേസ്റ്റ് കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ചിക്കൻ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പൂ, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. സവാള ഫ്രൈ ചെയ്തതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 3/4 ഭാഗത്തോളം കുക്കാകുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ദം ചെയ്തെടുക്കണം. മസാലയിലേക്ക് റൈസിൻ്റെ പകുതി ഭാഗം ഇട്ടുകൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്തത് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സഫ്രോൺ ഉണ്ടെങ്കിൽ അത് പാലിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി കുറച്ച് സവാള ഫ്രൈ ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുക. അടുത്ത ലെയറിൽ ബാക്കി വന്ന റൈസ് മുഴുവനും ഇട്ട് കൊടുക്കുക. അതൊന്ന് ലെവൽ ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടി, പാൽ മിക്സും സവാള ഫ്രൈ ചെയ്തതും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായി കുറച്ച് ആൽമണ്ട്സും കാഷ്യൂസും റോസ്റ്റ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സുർബിയാൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് നേരം അരിഞ്ഞും വഴറ്റിയൊന്നും സമയം കളയാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം.
പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.